ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെണ്ടക്ക വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി, ദോശ, വട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാം കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാറിന് ആവശ്യമായ പരിപ്പ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ പ്രഷർ കുക്കറിൽ പരിപ്പ് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. പരിപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 2-3 പേർക്കുള്ള കണക്കിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 1/3 കപ്പാണ് പരിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു മീഡിയം സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ മൂടി പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. കറിക്ക് ആവശ്യമായ വാളംപുളിയാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. പുളി ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൈകൊണ്ടൊന്ന് നന്നായിട്ട് നിരടി പിഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വെക്കാം. കുക്കറിൽ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. പരിപ്പ് ഈ കാണുന്ന പോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഉടച്ചെടുത്ത പരിപ്പ് മാറ്റി വെക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ വെണ്ടക്ക ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ വെണ്ടക്കയുടെ കൂടെ 2 ചെറിയ വഴുതനങ്ങയും കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വഴുതനങ്ങ ഓപ്ഷനിലാണ്, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ വെണ്ടക്ക കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ 2 വഴുതനയും കൂടെ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. സാധാരണ ഞാൻ വെണ്ടക്ക സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും വെണ്ടക്കയും തക്കാളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ 2 വഴുതനയും കൂടി ചേർത്തപ്പോഴത്തേക്കും ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെണ്ടക്കയും വഴുതനങ്ങയും തക്കാളിയും എല്ലാം എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കൊണ്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേക ടേസ്റ്റാണ്. വെണ്ടക്കയും വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വെണ്ടക്ക വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടക്കയുടെ പുറമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. പാൻ മൂടി വെച്ചിട്ട് 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാമ്പാറൊക്കെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പാൻ ഒന്ന് മൂടി വെക്കാം.
പാൻ മൂടിയതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. പാൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഇളക്കി നോക്കാം. സാമ്പാറൊക്കെ പാകത്തിന് കുറുകി വെണ്ടയ്ക്കൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി സാമ്പാറിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് പൊട്ടിച്ചത് നമുക്ക് സാമ്പാറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം സാമ്പാറിൻ്റെ പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. മല്ലിയില ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സാമ്പാറാണത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ നല്ല ഈസിയും നല്ല ടേസ്റ്റിയായ റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.